ചുറ്റും കൂരാകൂരിരുട്ട്. ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇത് എൻ്റെ അഭിനയമാണ്. ഞാനൊരു 5 മിനിറ്റ് മുന്നേ എണീച്ച് ക്യാമറ സെറ്റ് ചെയ്തു. ഇപ്പം ഞാനിങ്ങനെ കണ്ണ് തുറക്കുന്ന പോലെ കാണിക്കും. അപ്പം ഞാൻ ഉണർന്നു എന്നാണ് അർത്ഥം. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം എൻ്റെ രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഒരു 6:30 ആകുമ്പോൾ അറിയും. എന്നിട്ട് ഞാൻ എണീച്ച് പോകുന്നില്ല. അവിടെ അങ്ങനെ കിടന്ന് കുറേ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടും, വെറുതെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതെൻ്റെ പ്രെയർ ടൈമാണ്. ഞാനപ്പം മൊബൈലിൽ പ്രെയർ വെക്കും. കുറേ നാമങ്ങളുണ്ട്, അത് വെക്കും. എന്നിട്ട് ഞാൻ അതിങ്ങനെ കേട്ട് ഒരു 8:30 വരെ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ആ കട്ടിൽ നിന്നൊന്ന് പൊങ്ങാറുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ രാവിലെ തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കേട്ട് എണീക്കുമ്പം തന്നെ നമ്മളെ മൈൻഡ് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ 8:30 വരെ പ്രാർത്ഥനകളും കാര്യങ്ങളും അഫർമേഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അപ്പം നമുക്ക് 8:30 കാണാം. ഹലോ ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ എണീച്ചു ഗൈസ്. നമുക്ക് പല്ല് തേക്കണം, പ്രഭാതകർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴെ പോകാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ തന്നെ എന്താ പറയണ്ടേ, നമ്മൾ ആ പ്രേയേഴ്സൊക്കെ കേട്ട് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇനിയും കുറേ പ്രേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേൾക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പീസ് ഓഫ് മൈൻഡും പിന്നെ ഫുഡും. ഇത് രണ്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പിയും ആവും. അപ്പോൾ അങ്ങനെ ഞാനിനി പോയിട്ട് പല്ലെല്ലാം തേച്ച് ഒന്ന് ഫ്രഷായിട്ട് വരാം. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഗൈസ്, ബോറടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഫ്രഷായിട്ട് വരാം. ഓക്കെ, ഫ്രഷായിട്ട് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെയായിരിക്കും വരുന്നത്. കാരണം ഇത് ഇന്നലെ വൈകുന്നേരം കുളിച്ചിട്ട ഡ്രസ്സാണ് ഗൈസ്. അപ്പം ഡ്രസ്സല്ല, ഇത് മാക്സിയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്കൊരു പണിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട്. ഇപ്പം ഞാൻ തല അങ്ങനെ നനക്കാതെ വൈകുന്നേരം മാത്രം 2 ദിവസം കൂടുമ്പോൾ തല കഴുകും. അല്ലാത്ത ദിവസം എല്ലാ ദിവസവും രാവിലെ മേലെ കഴുകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ എന്തിനാണാവോ പറയുന്നത്. ഞാൻ കിടക്കട്ടെ. അപ്പം കാണാം. ബ്രഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ വെള്ളം കുടിക്കണം. ഇപ്പോൾ ഈ ബോട്ടിൽ നമ്മളടുത്ത് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കണം അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. പണ്ടൊന്നും ഞാനങ്ങനെ വെള്ളം കുറേ ഒന്നും കുടിക്കാത്ത ആളായിരുന്നു. അപ്പം നമ്മൾ ഇതിൽ വെള്ളം കുറേ കുടിക്കണം. എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് ഈ ഒരു ടൈമിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ എല്ലാം റെഡ്യൂസ് ചെയ്യാൻ, നമുക്ക് മോഷൻ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ്. പിന്നെ നമുക്ക് വെള്ളം കുടിച്ചേ പറ്റും. നമ്മൾ 3 to 4 ലിറ്റേഴ്സ് വെള്ളം എന്തായാലും കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഞാനങ്ങനെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഏട്ടനെ വിളിക്കും. അവിടെ ജോലിക്കും എൻ്റെ റിയോ എണീച്ച് പറക്കുന്നുണ്ട്. ജോലിക്ക് ഏട്ടന് പോകേണ്ട സമയമാകുമ്പോൾ അപ്പം ഞാൻ പോകേണ്ട സമയം ആവണത്ര. അപ്പം നേരത്തെ വിളിക്കണമല്ലോ, അപ്പോൾ എണ്ണിച്ച് റെഡി ആകാൻ പറ്റില്ല. അപ്പം ഞാനാണ് പുള്ളിയുടെ അലാറമായിട്ട് പുള്ളി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണ്ണിച്ചോണ്ട് തന്നെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ പോകുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ പതിയെ മാത്രം വെള്ളം കുടിച്ചാൽ മതി. നമ്മളിങ്ങനെ ധൃതി പിടിച്ച് വെള്ളം കുടിക്കരുത്. ഓക്കെ, സാവധാനത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ വെള്ളം കുടിക്കണം. നമ്മൾ കുറച്ചൊരു ഇത്രയെങ്കിലും കുടിക്കണം. അതൊരു ടാസ്ക്കാണ്.
അപ്പോൾ ഓക്കെ, ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഞാൻ കണ്ട ഒരു ഫ്രഷ് ആവാത്ത ലുക്ക് ഉണ്ടാവും, ഞാൻ ഫ്രഷ് ആയി കഴിഞ്ഞു. നമുക്ക് താഴെ പോകാം കേട്ടോ. മൂന്നിലേക്കാ? പുതിയ കൊടയാണ്, ബാഗും. ഇന്ന് വൈകുന്നേരം വരില്ല. ഇതെയോ? കുപ്പായോ? ചെരുപ്പോ? എല്ലാം പുതിയ തന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക്. കൊടയോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമാണ് ഗൈസ്, ഭയങ്കര ക്ഷീണമാണ്. എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് ഇരിക്കാനും പറ്റൂല, നിൽക്കാനും പറ്റില്ല, കിടക്കണം എന്നുള്ളൊരു ഫീൽ മാത്രമേ ഇരിക്കും കുറേ സമയത്തേക്ക്. ചില ടൈം വൊമിറ്റ് ചെയ്യും, ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും വൊമിറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ ഇനി ഞാൻ പ്രത്യേകിച്ച് എനിക്കിവിടെ പണികളൊന്നും ചെയ്യാനില്ല. ഇനി അടുത്ത ഫുഡ് എപ്പോൾ കിട്ടുന്നത് മാത്രം ആലോചിച്ചിട്ട് ഇവിടെ ഇരുന്നാൽ മതി. സോ മീൻവെൽ ഞാൻ ചിലപ്പോൾ ഫോണിങ്ങനെ നോക്കും, റീൽസ് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എല്ലാം കേൾക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി പ്രയേഴ്സ്, അത് ഞാൻ എനിക്ക് ഈ ഒരു ടൈമിൽ കേൾക്കാനുള്ള ഒരു ഇതിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കും. അങ്ങനെ ഒക്കെ ഞാനിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും. എൻ്റെ പിന്നെ ഇവിടെ ഒരു 100-500 ഓർഡറും ഉണ്ട്. ഗായ്സ്, ഞാൻ ഉറങ്ങിയോന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ കുറച്ച് സമയം കുറച്ച് റീൽസ് നോക്കി, പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോ നോക്കി, പിന്നെ ഫോൺ ചെയ്ത് ഏട്ടനെ ചെയ്തു, അമ്മനെ ചെയ്തു, എല്ലാവരോടും സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇളനീര് കുടിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഗൈസ്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. ഇന്ന് എൻ്റെ ചെക്കപ്പ് ഡേ ആണ്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വേണം നമുക്ക്. ഞാൻ എൻ്റെ ഈ ആകാശത്തോട്ട് ഇവിടെയാണ് ക്യാമറ ഉള്ളത്. അപ്പം എൻ്റെ ചെക്കപ്പ് ഡേ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 2:30 ആകുമ്പം പോവും. 3:30 ഡോക്ടർ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് തിന്നെ റെസ്റ്റ് എടുക്കുക, ഈ സമയത്തല്ലേ പറ്റൂ ഗൈസ് നമുക്ക് തിന്നെ റെസ്റ്റ് എടുക്കാന്നുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിന് എന്താണെന്നൊരു ഐഡിയ പോലും ഇല്ല. താഴെ പോയിട്ട് നോക്കാം അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം. വീണ്ടും നമ്മൾ അതേ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഭക്ഷണം. ഇന്ന് ഒരു മണം അടിക്കുന്നുണ്ട്, മീനുണ്ട് തോന്നുന്നു. So I'm really excited to have lunch since there is മീൻ പൊരിച്ചത്. ഞാൻ ഇത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നു. പൊരിച്ചത് ചേനച്ചപ്പലുപ്പേരി, ചോറും എൻ്റെ പുളിശ്ശേരി. ഈ മത്തി പൊരിച്ചതിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഉള്ളത്. ഞാനിങ്ങനെ ബാരി വലിച്ച് ആർത്തി തുടങ്ങുന്നത് മെല്ലെ മെല്ലെ തോന്നുന്നു. നമുക്ക് കഴിക്കാം. എന്നമ്മ മത്തി വെച്ച് അപ്പോഴാണ് ഗൈസ് നളതമേന്തി കഥയിലെ അരേനെ പോലെ കുണുങ്ങി കുണുങ്ങി അവൾ വന്നത്. ആരാണ്? I will show you.
അങ്ങനെ തിന്ന് സൈഡാവുന്ന തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവൾക്കിവിടെ പ്രത്യേക പരിഗണനയാണ്, കണ്ടോ, വാരി കൊടുക്കാനുള്ള ആളുണ്ട്. സ്കൂൾ നേരത്തെ വിട്ടു എന്നാ കുക്കൂസ് പറഞ്ഞു. ഇന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ഫസ്റ്റ് ഡേ അല്ലേ. പഠിച്ചിനാ എന്തെങ്കിലും? നാളെ പഠിപ്പിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ചെക്കപ്പ് ഡേ ആണ്. അപ്പോൾ രാഹുലാണ് കൊണ്ടുപോകുന്നത്, അമ്മയും ഉണ്ട് കൂടെ. എന്താ അല്ലേ ഇപ്പം നാട്ടിലെ കാലാവസ്ഥ, ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ, ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. മഴയാണെങ്കിൽ നല്ലപോലെ പെയ്യുന്നില്ല. എന്ത് ചെയ്യാനോ. ഹോസ്പിറ്റലിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, 2-3 ആൾക്കാരുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ കാണിച്ചിട്ട് ഇറങ്ങി. എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടോ തറ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഫേമസ് ക്രിസ്പി ഉഴുന്നുവട കിട്ടുന്ന സ്ഥലത്ത് നിർത്തും വണ്ടി. അവിടെ നിന്ന് ഉഴുന്നുവട മേടിച്ചിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. ഞാൻ ആ ഉഴുന്നുവടേൻ്റെ വീഡിയോ മുന്നേ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനത്തെപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമാണ്. നമുക്കൊന്ന് ATM പോകണമായിരുന്നു, നമുക്ക് 2-3 സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. മുളകാ ബജി, ഉഴുന്നുവടയാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. മുളകാ ബജി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡ് പൊരി, പിന്നെ ക്രിസ്പി പഴംപൊരി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പഴംപൊരി കഴിക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് ഫ്രഷ് ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കുറേ സമയം. കാരണം ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവണം എന്നാണ് എൻ്റെ ഒരു ഇത്. 8:30 വരെ ഞാൻ കിടന്ന സമയം കളഞ്ഞു. പിന്നെ കുറച്ച് പ്രേയേഴ്സും കാര്യങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാൻ കഞ്ഞി കുടിക്കാൻ പോയപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തില്ല. കഞ്ഞിയും മത്തി എൻ്റെ ഫേവറേറ്റാണ്. മത്തി ഉണ്ടായിരുന്നു, മത്തിക്കറി. പിന്നെ ചേനേൻ്റെ ഇല വറുത്തതുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഞാനത് ഉറങ്ങാൻ വന്നിട്ടുണ്ട്. എനിക്കൊരു കാൽഷ്യം ടാബ്ലറ്റ് എടുക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. സമയം അത്രേ ആയുള്ളൂ, 9 മണി ആയാലും ഞാൻ നേരത്തെ കിടക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത്. സത്യം പറഞ്ഞാൽ വൻ ബോറാണ്. ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ബോറിങ് ആണെങ്കിലും കുഴപ്പമില്ല, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. കുറച്ചാളും കൂടെ അല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മീ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം മൈ ജസ്റ്റ് ടോക്കീസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.